കളിക്കവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം നേമം മലയം സ്വദേശിയാണ് പിടിയിലായത്. ഇയാൾ മറ്റൊരു കേസിലും പ്രതിയാണ് എന്നാണ് വിവരം. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. വിനോദ്, പ്രതിയെ സംബന്ധിച്ച സൂചനകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. ഇയാൾ ഇന്നലെ തന്നെ കസ്റ്റഡിയിലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ഇയാൾ ഇതുമായി ബന്ധപ്പെടുന്നത്? രഞ്ജിത്ത്, മലയം സ്വദേശിയാണ് ഇപ്പോൾ കളിക്കവിള പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. തമിഴ്നാട് പോലീസാണ് ഇയാളെ പിടികൂടിയത്. പ്രതി ആണോ, കുറ്റം ചെയ്ത് ഇയാളാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. രഹസ്യ കേന്ദ്രത്തിൽ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൊല്ലപ്പെട്ട ദീപുവുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മൂക്കുന്നി മലയിൽ ദീപുവിന് നേരത്തെ ക്വാറി ഉണ്ടായിരുന്നു. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ വാങ്ങുക, അതിന്റെ വിൽപ്പന, അതോടൊപ്പം തന്നെ പഴയ വാഹനങ്ങൾ വാങ്ങി പുതുക്കി വിൽപ്പന, ഇത്തരം കാര്യങ്ങളൊക്കെയും ദീപുവിനുണ്ടായിരുന്നു. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആൾ ഈ മൂക്കുന്നി മലയിലെ ക്വാറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ്. നേരത്തെ തന്നെ 2 കൊലപാതക കേസുകളിൽ പ്രതിയായ ആളാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ദീപുവിന്റെ വീട്ടുകാർ നൽകിയ മൊഴി അനുസരിച്ച് ദീപുവിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടിരുന്നതായ വിവരമുണ്ടായിരുന്നു. ഈ പണം ചോദിച്ചവരെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വഴിക്കുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. CCTV ദൃശ്യങ്ങൾ, ദീപു കൊല്ലപ്പെട്ട കാറിനുള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ കാലിൽ ചെറിയ മുടന്തുള്ള ആളാണ് ഇങ്ങനെ ബാഗുമായി നടന്നു പോകുന്നതെന്ന് ഒരു സൂചന ലഭിച്ചു. കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ഇത് ദീപു ഈ വാഹനം വാങ്ങുന്നതിന് വേണ്ടി കൊണ്ടുപോയ 10 ലക്ഷം രൂപയായിരുന്നു. ഈ തുകയുമായി കടന്നു കളയുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായ ഒരാളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് ഇതുമായി കാര്യമായ ബന്ധമില്ല എന്ന ഒരു കണ്ടെത്തലിലേക്ക് പോയി. എന്നാലും പൂർണ്ണമായും ഇയാളെയും ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതെന്ന് കരുതുന്നു. രഞ്ജിത്ത്, ഈ കൊലപാതകത്തിൽ ഈ പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 10 ലക്ഷം രൂപ ദീപുവിന്റെ കൈവശമുണ്ടായിരുന്നു. കൂടുതൽ പണം ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഒപ്പം എങ്ങനെ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചു, മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരമായിരുന്നോ ഈ നടപടികൾ? ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ വിനോദ്? മൂക്കുന്നി മലയിലെ ക്വാറി അത് ദീപുവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ദീപു അവിടെ നിരവധി ക്വാറികളുണ്ട്. അതിൽ ഒരു ക്വാറി ദീപു നേരത്തെ നടത്തിയിരുന്നു. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് അവിടെ ഇടപെടുന്നത് ഗുണ്ടാ സംഘങ്ങളാണ്. പലപ്പോഴും അവിടെ നിന്ന് അക്രമത്തിന്റെ വാർത്തകളൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ വരുമ്പോൾ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നത് ഗുണ്ടകളാണ് എന്ന തരത്തിലുള്ള പരാതികൾ, അവർക്കെതിരെ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ, ആ നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഒരാളെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ദീപുവിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു. 10 ലക്ഷം രൂപ ആദ്യവും പിന്നീട് 50 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കഴുത്തറുത്ത നിലയിലാണ് തമിഴ്നാട് കേരള അതിർത്തിയിൽ ദീപുവിന്റെ വാഹനത്തിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇയാളാണ് കൊലയാളി എന്നതാണ് സംശയം. നടന്നു പോകുമ്പോൾ കാലിന് ചെറിയ മുടന്തുണ്ട്. ഈ പിടിയിലായ ആൾ ഇപ്പോൾ ആക്രി വ്യവസായം നടത്തുകയാണ്. ആക്രി കച്ചവടം, അത് ചെറിയ രീതിയിലല്ല, വിപുലമായ രീതിയിൽ ആക്രി വ്യാപാരം നടത്തുകയാണ്. നേരത്തെ ഗുണ്ടാ ബന്ധമുണ്ടായിരുന്ന ആളാണ്. 2 കൊലക്കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും പ്രതി ഏതാണ്ട് പോലീസിന്റെ വലയിലാണ്. ഇയാൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് തന്നെയുള്ള സൂചനകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.